ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കോട്ടക്കൽ ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി എംഎൽഎയുടെ അധ്യക്ഷതയിൽ കോട്ടക്കൽ നഗരസഭയിൽ പ്രത്യേക യോഗം സംഘടിപ്പിച്ചു. കോട്ടക്കൽ ടൗണിൽ ഡ്രെയിനേജ്, നടപ്പാത, ഡിവൈഡർ നിർമ്മാണം, കാക്കാത്തോട് പാലം എന്നിവയുടെ പ്രവൃത്തികൾ തുടങ്ങുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിന് പ്രത്യേക യോഗം ചേർന്നു. ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎയുടെ നേതൃത്വത്തിലാണ് നഗരസഭയിൽ പ്രത്യേക യോഗം ചേർന്നത്. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2 കോടി രൂപ ഉപയോഗിച്ചുള്ള കോട്ടക്കൽ ടൗൺ നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രാരംഭ പ്രവൃത്തികൾക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന നടപടികൾ വേഗത്തിൽ ആരംഭിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. കാക്കാത്തോട് പാലം നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പുതിയ അപേക്ഷാപത്രം സമർപ്പിച്ചത് പ്രകാരം കണ്ടിജൻസി ചാർജ് തുക സ്പെഷ്യൽ തഹസിൽദാർ യൂണിറ്റ് 2 മലപ്പുറത്തിന് കൈമാറിയിട്ടുണ്ടെന്നും സർവേ നടപടികൾ പൂർത്തിയാക്കി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള LA നടപടികൾ പുരോഗമിക്കുന്നുണ്ടെന്നും 11(1) നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്ന നടപടികൾ വേഗത്തിലാക്കുമെന്നും ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ യോഗത്തിൽ അറിയിച്ചു. താഴെ കോട്ടക്കൽ മുതൽ കോട്ടക്കൽ ആര്യവൈദ്യശാല ധർമാശുപത്രി വരെയുള്ള ഭാഗങ്ങളിൽ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന വശം ഡ്രെയിനേജും നടപ്പാതയും ഹാൻഡ് റെയിലും ഉൾപ്പെടുത്തിയുള്ള പ്രവൃത്തിക്ക് എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നതിന് MLA നിർദ്ദേശം നൽകി. പ്രവൃത്തിയുടെ മുന്നോടിയായി ടൗണിലെ കയ്യേറ്റങ്ങൾ സ്വമേധയാ ഒഴിയുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സന്റെ സാന്നിധ്യത്തിൽ യോഗം ചേരുന്നതിനും തീരുമാനമായി. ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി ചങ്കുവെട്ടി മുതൽ താഴെ കോട്ടക്കൽ വരെ ഡിവൈഡർ സ്ഥാപിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ട്രാഫിക് റെഗുലേറ്ററി യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു. പ്രവൃത്തികളുടെ കാലതാമസം ഒഴിവാക്കുന്നതിന് ഭരണാനുമതി, സാങ്കേതികാനുമതി തുടങ്ങിയ നടപടികൾ പൂർത്തിയാക്കുന്നതിന് പൊതുമരാമത്ത് റോഡ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി. ചങ്കുവെട്ടി മിനി റോഡ്, കോട്ടൂർ ഇന്ത്യനൂർ റോഡ് എന്നിവയുടെ റബ്ബറൈസ് ചെയ്യുന്ന പ്രവൃത്തികളുടെ നിലവിലെ പുരോഗതിയും യോഗത്തിൽ വിലയിരുത്തി. നഗരസഭാ ചെയർപേഴ്സൺ KK നാസർ, സ്ഥിരം സമിതി അധ്യക്ഷരായ സാജിദ് മങ്ങാട്ടിൽ, ഷഹാന ഷഫീർ, കൌൺസിലർമാരായ ഇബ്രാഹിം കുട്ടി, ഫാത്തിമ മൻസൂറ, ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ പ്രീത പ്രതാപൻ, ഭൂമി ഏറ്റെടുക്കൽ വിഭാഗം സ്പെഷ്യൽ തഹസിൽദാർ A മുഹമ്മദ് മുനീർ, പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ KC ശ്രീലക്ഷ്മി, വില്ലേജ് ഓഫീസർ T പ്രവീൺ, പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ധീരജ് കുമാർ, നഗരസഭാ സെക്രട്ടറി K അനുപമ, PV ജിൻസി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.